കുമളി ചെക്ക് പോസ്റ്റിൽ നടക്കുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച് ഇന്റലിജൻസ് ADGP 2014 നവംബർ 13 ജില്ലാ ഭരണകൂടത്തിന് നൽകിയ കത്തിന്റെ പകർപ്പ് കാണുക. 2009 നവംബർ 12 വേബ്രിഡ്ജ് പ്രവർത്തനരഹിതമായിട്ടും ഇത് പരിഹരിക്കാത്തത് ചെക്ക് പോസ്റ്റിലൂടെ കള്ളക്കടത്ത് നടത്തുന്നതിന് വേണ്ടിയാണെന്ന് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. സാധനങ്ങൾ കടത്തുന്നതിനായി മനഃപൂർവ്വം വേബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കാത്തതാണെന്നാണ് ഇന്റലിജൻസ് ADGP കത്തിൽ വ്യക്തമാക്കുന്നത്. 2012 ജൂലൈ 15 ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന ലക്ഷക്കണക്കിന് രൂപയുടെ അമോണിയം നൈട്രേറ്റ് പിടികൂടിയതോടെയാണ് പോലീസ് ഇന്റലിജൻസ് അന്വേഷണം നടത്തിയത്. സംസ്ഥാനത്തിന് വൻ നികുതി നഷ്ടമുണ്ടാക്കുന്നുവെന്ന ഗുരുതരമായ ഈ കണ്ടെത്തൽ വന്ന് 1 വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഇടമായാണ് ഇപ്പോൾ വേബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ചരക്ക് ലോറികൾ ഇപ്പോഴും ചെക്ക് പോസ്റ്റിലൂടെ പരിശോധനയില്ലാതെ തന്നെ കടന്നുപോകുന്നതിന് ഈ ദൃശ്യങ്ങൾ തെളിവ്. ലോറികളിലെ ചരക്കുകളുടെ യഥാർത്ഥ തൂക്കം അറിയാനും രഹസ്യ അറകൾ ഉണ്ടാക്കി സാധനങ്ങൾ കടത്തിയാൽ അത് കണ്ടെത്താനും വേബ്രിഡ്ജ് ഉപയോഗിച്ച് സാധിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 വർഷത്തിലേറെയായി ഇത്തരം തട്ടിപ്പുകൾ നടന്നാൽ കണ്ടെത്താൻ കുമളി സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റിൽ സംവിധാനമില്ല. കുമളി ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോകുന്ന ചരക്ക് വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നത് ഇതോടൊപ്പം ചേർത്ത് വായിച്ചാൽ ചിത്രം കൂടുതൽ വ്യക്തമാകും. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.